Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് HSC റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ്സ് ആണ്. അതോടൊപ്പം തന്നെ HSCയിൽ ഇപ്പോൾ പ്രസന്റ്ലി ഉള്ള വേക്കൻസീസ് ഏതൊക്കെയാണ് എന്നും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ള ആൻസറും കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ലോങ് വെയിറ്റിംഗ് ഇൻ HSC ആഫ്റ്റർ ഇന്റർവ്യൂ? ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് കമന്റിലൂടെയാണ്. ആ കമന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആ കമന്റ്. Please do a video regarding recruitment in Ireland. The candidates who got selected in HSC are still waiting for the further process. We people in India doesn't know what really happening in Ireland. Kindly provide information regarding this. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ HSCയിൽ സ്ലോ പ്രോസസ്സിംഗ് ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ന്യൂസ് കാണിച്ചു തരാം. ഇതാണ് ന്യൂസ് ഹെഡ്ലൈൻ. Ireland could agree new deal with Kenya allowing for recruitment of more nurses and midwives. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യൻസിൻ്റെയൊക്കെ ചാൻസസ് കുറയും. അറ്റ് പ്രസൻറ്റ് അയർലൻഡിൽ തന്നെ നഴ്സിംഗ് പഠിച്ച് ഇപ്പോൾ പാസ് ഔട്ട് ആയവരാണ് ഇപ്പോൾ ജോലിക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. സോ അത് കഴിയുമ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അയർലൻഡിൽ സ്റ്റിൽ നഴ്സിംഗ് ഷോർട്ടേജ് ആണ്. ന്യൂസിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അയർലൻഡ് വിൽ ഹാവ് ടു എഡ്യൂക്കേറ്റ് ഓർ ഇമ്പോർട്ട് about 2000 extra nurses annually. അതേപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് just over 10,000 permits across all sectors were granted to workers from India and Nigeria. So recent yearsൽ റിക്രൂട്ട്മെൻറ്റ്സ് കൂടുതലാണ്. സോ അതിൽ കൂടുതലും ഇന്ത്യൻസും നൈജീരിയൻസും ആണ്. ഇപ്പം ഈക്വലൻ്റ് നമ്പേഴ്സ് കെനിയയിൽ നിന്നും എടുക്കാൻ നോക്കുന്നുണ്ട്. സോ ഇങ്ങനെ വേറെ കൺട്രീസിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നതുകൊണ്ടാണ് ഇവിടെ പ്രോസസ്സിങ് കുറച്ച് ഡിലേ ആകുന്നത്. എന്തായാലും നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്ട് ആയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഇനി ഞാൻ പ്രസൻ്റ്ലി HSCയിലുള്ള വേക്കൻസീസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞുതരാം. സ്റ്റാഫ് നഴ്സ് ജനറൽ കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു വേക്കൻസി കിടപ്പുണ്ട്. അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് November 20 ആണ്. സോ അപ്ലൈ ചെയ്യാനുള്ളവർ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അടുത്തത് ഗാൽവേ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള വേക്കൻസിയാണ്. അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് November 14 ആണ്. അപ്പം ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. സോ അതിന് അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക. അടുത്തത് മയോ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള വേക്കൻസിയാണ്. സോ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ വരെയാണ്. സോ അതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഓൾഡർ പേഴ്സൺ സർവീസിലേക്കുള്ളതാണ്. ഇത് ഡൊണിഗലിലാണ്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റും നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ വരെയാണ്. ഇത് ലെറ്റർകനി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ICUയിലേക്കുള്ള വേക്കൻസിയാണ്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഡിസംബർ വരെയാണ്. അടുത്തത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. ലെറ്റർകനി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് അതും ഡിസംബർ 2025 വരെയാണ്. അടുത്ത വേക്കൻസിയും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ ഉള്ളതാണ്. മിഡ്ലാൻഡ് റീജിയണൽ ഹോസ്പിറ്റലിലേക്ക്. അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് January 2025 വരെയാണ്. അടുത്തത് സ്റ്റാഫ് നഴ്സ് അക്യൂട്ട് സർവീസിലേക്കുള്ളതാണ്. അത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ വാട്ടർഫോർഡിലാണ്. ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് ഈ ഡിസംബർ വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. സോ ഇതൊക്കെ HSCയുടെ സൈറ്റിലുള്ളതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ HSCയിൽ വേക്കൻസീസ് ഒന്നും വരുന്നില്ലേന്ന്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലും മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.